സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നൊരു വീഡിയോ എടുക്കാന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണേ. അതുകൊണ്ട് ഞാനൊക്കെ പകലിരുന്ന് തണ്ണിമത്തങ്ങയൊക്കെ നന്നായിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് നന്നായിട്ട് കഴിച്ചു, ഇടിയപ്പം കഴിച്ചു, കടലക്കറി. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്തോണ്ടിരുന്നു. പിന്നെ രാത്രിയില് താങ്കൾ അവിടെ വന്ന് നിന്നിട്ട് നോക്കിയിട്ട് അങ്ങ് മാറണുണ്ടല്ലോ. താങ്കൾ എന്താണ് സബ്സ്ക്രൈബേഴ്സിനോടൊന്നും മിണ്ടാതെ പോയത്? ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണേ. അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുവാണ് കേട്ടോ. ഞാനിന്ന് എക്സാം ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് 4:40 ആയി കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ. കോളേജ് ബസ് 3:50 നമ്മുടെ കോളേജ് തീരും. 4:10 ആകുമ്പോഴത്തേക്കും ബസ് എടുത്ത് പോരും. അതുകൊണ്ട് എക്സാം ഉള്ള ദിവസങ്ങളിൽ നമുക്കൊരിക്കലും കോളേജ് ബസ്സിൽ വരാനുള്ള മോഹം വേണ്ട, അതങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. അപ്പം വിളിക്കാൻ വന്ന വഴിക്ക് അപ്പം എന്തെങ്കിലും ഈവനിങ് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് വെച്ചു. ഇന്നലെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ലേറ്റായി പോകില്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ ബ്രദേഴ്സ് കേക്കിലേക്ക് നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പഴംപോളിയും പിന്നെ പാലും വാങ്ങിച്ചുകൊണ്ട് വന്നു. ആട്ടിൻപാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കുറച്ചേ ഉള്ളൂ, ചിലപ്പോൾ അത് കൊച്ചു കഴിച്ചാണ്, കൊച്ചിന് ചൂടാക്കി വെച്ചിട്ടാ ചേട്ടൻ പോന്നേന്ന് പറഞ്ഞു. പക്ഷെ ഇവനത് കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കുപ്പി പാല് വാങ്ങിച്ചു, പഴംപോളി വാങ്ങിച്ചു, പിന്നെ സ്വീറ്റ് ബ്രെഡ് വാങ്ങിച്ചു, പിന്നെ നെയ്യപ്പം വാങ്ങിച്ചു. ഇത്രയും കാര്യം നെയ്യപ്പം ഇത്ര വാങ്ങിച്ചോണ്ടാ വന്നേ. എന്നിട്ട് ഇപ്പം ചായ ഉണ്ടാക്കി നെയ്യും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യ് എടുത്തോണ്ടെന്നേ കാണിച്ചു തരാം. നല്ല സൂപ്പർ നെയ്യാണ്. ഞാൻ ബ്രദേഴ്സിൽ നിന്നാണ് നെയ്യ് എടുക്കുന്നത്. അപ്പം നല്ല ഫ്രഷ് നെയ്യാണ് കേട്ടോ, നല്ല ഒറിജിനൽ നെയ്യാണ്. അപ്പോൾ ചെറിയ കുപ്പിയാണ് വാങ്ങാറുള്ളൂ. വലിയ ബോട്ടിലുണ്ടെങ്കിലും ചെറിയ കുപ്പിയാണ്, കാരണം പെട്ടെന്ന് തീരുമല്ലോ. പെട്ടെന്ന് തീരുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നെയ്യും വാങ്ങിച്ചോണ്ടാണ് പോകുന്നത്. അപ്പം ഇത് ചില്ല് കുപ്പിയാണ് കേട്ടോ, ചില്ലിൻ്റെ ബോട്ടിലാണ്. ഇപ്പോഴത്തെ ചൂട് കാരണം കണ്ടോ, ഇപ്പോൾ പറിക്കണ്ട, ഇപ്പോഴത്തെ ചൂട് കാരണം കണ്ടോ ഇതിങ്ങനെ കിടന്ന് ഇളകുന്ന കണ്ടോ. അല്ലെങ്കിൽ നെയ്യ് എടുക്കാൻ പെടുന്ന പാടുന്ന എനിക്ക് മാത്രം അറിയാമോ. അതിപ്പോ വെക്കണ്ട, ഇപ്പൊ പറിക്കണമില്ല. അപ്പൊ ഇപ്പൊ നന്നായിട്ട് നെയ്യൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ അതും വാങ്ങിച്ചു. ഇത്രയും കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി വന്ന വഴി തന്നെ ഞാൻ കയറി കുളിച്ചു. കാരണം ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറി അയലിലേക്ക് കടന്നിട്ട് പിന്നെയാണ് കുളിക്കാറുള്ളത്. പക്ഷെ ഇപ്പം വരുന്ന വഴി കുളിക്കും. കാരണം എന്താ, ചൂടെന്ന് വെച്ചാൽ ചൂട് വിയർത്തിങ്ങനെ ഒഴുകി വരും. ചൊറിച്ചലോ ഈ വിയർപ്പിരിക്കണോ. അതുപോലെ ഈ ചുരിദാറിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുവാണെങ്കിലൊക്കെ നമുക്ക് അതുപോലെ ചൊറിയും. അപ്പോൾ വരുന്ന വഴി തന്നെ കുളിക്കും കേട്ടോ. എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് നേരെ ചായ ഉണ്ടാക്കി പഴംപോളി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി കാണാൻ ചുമ്മാ ഒരു രസം, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ എക്സാം ഡ്യൂട്ടി ഉണ്ട്. നാളെ നമുക്ക് ലേറ്റ് ആയിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നിപ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനുശേഷം ആ ചായ കൂടി കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ പിന്നെ പണി തുടങ്ങിയതാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. വേറെ ആരും പാത്രമൊന്നും കഴുകി തരത്തില്ല. അപ്പൊ ചേട്ടനും കഴുകാറൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ കഴുകത്തില്ല. അപ്പൊ നമ്മള് കറിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വേറെ പാത്രത്തിനകത്തേക്ക് മാറ്റി. ഇന്ന് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കടലക്കറി ഉണ്ടാക്കി, തേങ്ങ അരച്ച് വെച്ച കടലക്കറി ആയിരുന്നു. പിന്നെ ഞാൻ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. മീൻ വറുത്ത് തന്ന ചേട്ടനാണ് കേട്ടോ. പിന്നെ പച്ചപ്പയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതും കയറി കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ ഷോർട്സിന് വരുന്ന വ്യൂസ് ലോങ് വീഡിയോസിന് വരാറില്ല. കാരണം ഷോർട്സ് കണ്ട് പെട്ടെന്ന് ഇപ്പം 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കണ്ടു പോകാൻ ഇഷ്ടമുള്ളവർക്ക് അതേ കാണാറുള്ളൂ. പിന്നെ ഷോർട്സ് കാണുന്നവർ പല സംശയങ്ങൾ ചോദിക്കും. ഈ സംശയത്തിൻ്റെ എല്ലാം നിവാരണം എല്ലാം കിടക്കുന്നത് ലോങ് വീഡിയോയിലായിരിക്കും, അതാരും അറിയുന്നില്ല കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഇന്ന് ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അതിൽ മീൻ വറുത്ത പാത്രം മാത്രം കഴുകിയില്ല. അതിലൊരു കഷ്ണം മീൻ ഇരിപ്പുണ്ട്, വറുത്ത മീൻ. ബാക്കിയെല്ലാം കഴുകി. രാവിലെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. പിറ്റേന്നത്തേക്ക് നമുക്ക് പാലപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തു. പാലപ്പത്തിനാണെങ്കിൽ നമ്മൾ ബീഫ് കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് ഇപ്പം വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു മൂടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഇങ്ങനെ ഇടിക്കുന്ന ഇടികല്ലുണ്ടല്ലോ, ആ കല്ലും കെട്ടി വെച്ചേക്കെ എങ്ങാനും പ്രാണിയും കുഞ്ഞും വന്നിട്ടുണ്ടെങ്കിൽ മണം പിടിച്ച് വന്ന് എങ്ങനെയെങ്കിലും ചവിട്ടിച്ചാടിച്ചാൽ കഴിച്ചിട്ട് പോകും. അപ്പോൾ അത് കഴുകി വെച്ചു. അങ്ങനെ എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും കഴുകി വെച്ച് രണ്ട് അടുക്കളയെ അടിച്ചു വാരി, വിറകടുപ്പിൻ്റെ അവിടെ എല്ലാം ക്ലീനാക്കി. പിന്നെ കഞ്ഞിക്കലം കഴുകി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ കഞ്ഞിക്കലം കഴുകുക എന്നുള്ളതാണ്.
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം കരിയാണല്ലോ, അത് പോകണം. ഈ കുറച്ചെങ്ങാനും ഇരുന്നെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ കാണുന്ന 1 മിനിറ്റ് കിച്ചൺ വീഡിയോ കാണുന്നില്ല ഒരു കമന്റ് എങ്കിലും വരും, വൃത്തിയില്ലാത്തവര് കലത്തിന്റെ കളർ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷെ നമ്മൾ എല്ലാം തേച്ച് കഴുകിയിട്ടൊക്കെയാണെന്ന് അറിയാം. പക്ഷെ അത് കഴുകുമ്പോൾ നല്ല വൃത്തിക്ക് കഴുകി വെച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള കമന്റ്സ് വരും. ഇപ്പം നമുക്ക് വയ്യാതിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു കഴുക്കൊക്കെ കഴുകി ഉള്ളു മാത്രം നന്നായിട്ട് വൃത്തിയാക്കും എന്നൊക്കെ ഇരിക്കും. പക്ഷെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പം അതിൽ ഈ കരി പോകാനും ഇച്ചിരി പാടാ. ചില വിറക് കത്തുമ്പോഴത്തേക്ക് അതിൽ വരുന്ന കരി പറ്റതള്ള സഹിക്കൂല എന്ന് പറഞ്ഞതുപോലെ. അപ്പം ഇതെല്ലാം കഴുകി അടുക്കളയെല്ലാം അടിച്ചു വാരി അടുക്കളയെല്ലാം തുടച്ചു, സ്ലാബെല്ലാം തുടച്ചു. കാണിച്ചു തരാട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഒരു നേരമെങ്കിലും കുടുംബത്തിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കണം എന്നാണ്. അത്താഴമെങ്കിലും, കാരണം പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഈ രാത്രിയായിരിക്കും. ഒരു നേരമെങ്കിലും അത്താഴം കഴിക്കണം എന്നാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കണം. പക്ഷെ ഇന്ന് അതൊന്നും നടന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് അതൊന്നും നടന്നില്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ കുരിശ് വരച്ചു, കൊന്തയൊല്ലും ഒക്കെ ചെയ്തു. പക്ഷെ അത്താഴം കഴിക്കലൊന്നും നടന്നില്ല. പലതവണയായിട്ട് പലരും പലതവണയായിട്ട് ഓരോന്നൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു. ഇവനൊക്കെ പകലിരുന്ന് തണ്ണിമത്തങ്ങയൊക്കെ നന്നായിട്ട് അടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് നന്നായിട്ട് കഴിച്ചു, ഇടിയപ്പം കഴിച്ചു, കടലക്കറി നല്ലതായിരുന്നു. അപ്പൊ അതുകൊണ്ട് നീ കഴിച്ചില്ലേ ഇടിയപ്പം? അതിനാടാ എനിക്കറിയില്ലായിരുന്നു. നിനക്ക് പാത്രം പൊക്കി നോക്കിയായിരുന്നു. അതിന് ഞാൻ പോകുമ്പോ ഇവൻ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇവന് 9 മണി 10 മണി വരെയൊക്കെ കിടന്നാ ഇപ്പൊ ഉറങ്ങണേ. ഏറ്റവും കൂടുതൽ ആനസിന് ഇപ്പൊ ഉറക്കമോ പരീക്ഷക്കാലത്താട്ടോ. എല്ലായിടത്തും പോകണമെന്നൊക്കെ പറഞ്ഞ പലകാലം 5:30 ആയപ്പോൾ എഴുന്നേറ്റ് വന്ന ടീമായി ഇവൻ. അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കിയതേ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാ. എടാ നേരെ ഇടാ, അത് വലിച്ചിടരുത്. കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാ പെട്ടെന്ന്. അതുകൊണ്ട് ഈ തിന്നാൻ ഉണ്ടാക്കുന്ന സാധനം കോഴി തിന്നാന്ന് പറഞ്ഞു ഞാൻ നിന്നൊന്ന് പകലൊരു വീഡിയോ കാണിച്ചു. ഇപ്പൊ വന്നപ്പോ ഒരു വീഡിയോ കാണിച്ചു തന്നല്ലോ. അത് കണ്ടാ നീ അങ്ങനെ പറയില്ല കേട്ടോ. കഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി തന്നു കഴിയുമ്പോൾ കോഴി തിന്നാനല്ലേ, എന്നാ പിന്നെ കോഴിക്ക് ദിവസം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പറയാൻ കൊള്ളൂല, അത് ശരിയല്ല. പിന്നെ ഉണ്ടാക്കി തരാനും തോന്നത്തില്ല, അത് വേറെ കാര്യം. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അത് ബാക്കിയൊന്നും പറഞ്ഞപ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ട്. പിന്നെ ചോറാണെങ്കിലും ചോറ് വേണ്ടി ഇന്നലത്തെ ചോറ് കണ്ടിട്ട് തിളപ്പിച്ചാണ്, നാളത്തേക്ക് അത് എടുക്കാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ബാക്കിയൊന്ന് ചോറ് ബാസ്ക്യൂവിന് കൊടുത്തു, താറാമയ്ക്കും കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ചോറോടെ ഉണ്ട്. അത് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ട് നാളെ നമ്മൾ കോഴിക്ക് കൊടുക്കും. വെള്ളക്കോഴിക്കൊന്നും കൊടുത്തില്ല. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം എന്താണെങ്കിലും കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ വന്നിട്ട് പിന്നെ അപ്പത്തിന് അരച്ചു വെച്ചു. ചേട്ടൻ തേങ്ങ പൊതിച്ച് ചിരകി തന്നു. രാവിലെ തേങ്ങ പൊതിച്ച് തന്നായിരുന്നു ഇടിയപ്പത്തിനും കടലക്കറിക്കും. അതിന്റെ തേങ്ങ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ വെള്ളം ഇപ്പൊ പൊതിച്ച തേങ്ങയുടെ വെള്ളവും കൂടെ കൂടിയിട്ട് എടുത്തിട്ട് അപ്പത്തിന് അരച്ചു വെച്ചു. കുറച്ച് ഈസ്റ്റും ഇട്ടിട്ടുണ്ട്, പിന്നെ തേങ്ങ ഇട്ടു, ഇച്ചിരി ചോറും കൂടെ ഇട്ടു, ഇച്ചിരി ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ചത്. അപ്പത്തിന് അരച്ച് ഞാൻ ഇച്ചിരി അരി ഇട്ടിട്ട് പോയത്. പക്ഷെ അരച്ചു വന്നപ്പോഴത്തേക്ക് ഒരു പാത്രത്തിന്റെ 3/4 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും ഉണ്ടാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞപ്പം ഇനി ഒന്നോടെ കുളിക്കണം. വന്ന വഴി കുളിച്ചതാണെങ്കിലും ഇത് കണ്ടോ വേർത്ത് ഒഴുകുവാണ്. ഇതിലെല്ലാം കണ്ടോ വേർത്ത് ഒഴുകുക. അത് മാത്രമല്ല ഈ ചൂടിൻ്റെയാണ് ഈ കുരു എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. നിറച്ച് കുരു, നെറ്റി നിറച്ച് കുരു. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോർഹെഡിൽ എന്നാ പറ്റിയ കളർ ചേഞ്ച് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പ നടാനായിട്ട് പോയി ആ വെയിൽ മൊത്തം കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ടാൻ അടിച്ചതായിരുന്നു. ഫോർഹെഡ് നിറച്ചു. ഇനിയിപ്പോൾ ഈ ഇത് മാറാതെ ഞാൻ വലിയ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് പണ്ടൊക്കെ ആയിരുന്നു എന്തൊക്കെ തേച്ച് വെക്കുമായിരുന്നു. ഇപ്പം പിന്നെ അതിലൊന്നും നോക്കാറൊന്നുമില്ല. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കണ്ടു നോക്കാം. ആ മാത്രം ലിപ്സ്റ്റിക്ക് നമ്മൾ ഒഴിവാക്കത്തില്ല. അങ്ങനെ ഇതെല്ലാം ഇത് കഴിഞ്ഞ് ഒന്നോടെ പോയി കുളിച്ചോടാ. ഇവൻ ബോൾ തട്ടി വേർത്ത് കുളിച്ചെന്നപ്പോൾ പോയി കുളിക്കാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ എക്സസൈസ് ചെയ്ത് വേർത്ത് പറഞ്ഞു പിന്നെ ഇവനെ കുളിപ്പിക്കാൻ വെച്ചു. ഞാനിപ്പോൾ കുളിക്കാനായിട്ട് പോവുക. മൊത്തം വേർത്ത് ഒഴുകിയിരിക്കുവാണ്. കുളിച്ചാൽ ഞാൻ ഇരിക്കുന്നത് വേർപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുളിക്കാൻ പോകും. നമുക്ക് രാവിലെ കാണാം. അതിനു മുമ്പ് നമ്മൾ എൻ്റെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം. എൻ്റെ കലാപരിപാടികൾ തുടങ്ങുന്നത് എപ്പോഴും ഈ ഒരു മൂലയിൽ നിന്നുമാണ് കേട്ടോ. അതായത് ഈ ഒരു തെർമൽ കുക്കർ മാറ്റുന്നു, അവിടെ ക്ലീൻ ചെയ്യുന്നു, ചായക്കുള്ള പാത്രം അവിടെ വെക്കുന്നു. ഇത് പിന്നെ ഞാൻ ഈ പാത്രത്തിലൊക്കെ പിടിക്കാൻ യൂസ് ചെയ്യുന്നത്, പക്ഷെ എടുക്കാറില്ല. കാരണം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വെട്ടണ കത്രിക, പിന്നെ പാക്കറ്റുകൾ മുറിക്കണ കത്രിക, പിന്നെ ഇതാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ അപ്പത്തിന് വെച്ചത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. പുളിച്ച് പൊന്തി വന്ന് ഇതിലെല്ലാം ചാടിയതാ. കലാപരിപാടി ഇവിടെ അപ്പത്തിൻ്റെ മാവ് ആരംഭിച്ചിട്ടുണ്ട്. പതുക്കെ പുളിച്ച് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ
പിന്നെ ഈ ഒരു പാത്രം മാത്രമാണ് ഞാൻ ഇന്ന് കഴുകാത്തേ ഉള്ളൂ. കാരണം ആ മീൻ വറുത്തത് ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ ഇന്ന് വാങ്ങിയ നെയ്യാണ്, അതിനെ നമുക്ക് അങ്ങോട്ട് കയറ്റി വെക്കാം. കാരണം ഇവിടെ നെയ്യ് ഇരിപ്പുണ്ട്, ആ നെയ്യ് തീരാതെ എടുക്കില്ല. ഇപ്പോഴത്തെ ചൂട് കാരണം നെയ്യൊക്കെ ഉരുകിയിരിക്കുമോ, പ്രത്യേകിച്ച് ഉരുക്കേണ്ട കാര്യമില്ല. പിന്നെ ദാ ഇവിടെ ഇതിനകത്താണ് ഞാൻ നമ്മുടെ നാളികേരത്തിൻ്റെ വെള്ളം, തേങ്ങാവെള്ളം ഒഴിച്ച് വെച്ചത്. ഇതൊരു ഭംഗിക്ക് ഞാനിങ്ങനെ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആൻസിന് മിഠായി വാങ്ങിച്ചു കൊടുത്തൊരു സൈക്കിളാണ് അത്, ഞാൻ കണ്ടപ്പോൾ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ പാത്രങ്ങൾ, മിക്സിയുടെ ജാറുകളെല്ലാം കഴുകി വെച്ചു, കത്തികളെല്ലാം കഴുകി വെച്ചു, പിന്നെ ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, ഈ ഒരു കപ്പ് കഴുകി വെച്ചു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പാത്രമാണിത്, കഞ്ഞിക്കലം. ഇത് ഇങ്ങനെയെങ്കിലും വെച്ചില്ലെങ്കിൽ ഇത് ആളുകൾ പറയും വൃത്തിയില്ല 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 എന്ന്. നമ്മുടെ കഞ്ഞി ബാക്കി വന്ന ചോറെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇതിന് കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്ക് റെഡിയാക്കാൻ. അപ്പോൾ ഇവിടെ മരം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. ഇതിപ്പോൾ നാളെ എടുക്കാനുള്ളതാണ്. ഇതിപ്പം കഴുകി വെച്ച പാത്രങ്ങൾ അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് മാറ്റാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാനത് ആ മിക്സിയുടെ അവിടെ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്ന് ക്ലീനിങ് തുടങ്ങിയിട്ട് ആ മിക്സി ഇങ്ങ് വന്ന് ഉപ്പിലിട്ടത് അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഇത് നാളെ പാല് കൊടുക്കുക, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് എടുത്തുകൊണ്ട് വന്നാൽ. ഇതിനിപ്പം അച്ചാറിട്ട് വെക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റസ്ക്, പിന്നെ ഇതൊരു എണ്ണയാണ്, ബൂസ്റ്റ്, ഹോർലിക്സ്, അച്ചാർ, പിന്നെ ന്യൂട്ടല്ല കണ്ടോ. ഇതൊക്കെ ഞാൻ വെച്ചത്, അതിപ്പം വെച്ച രീതിക്കൊന്നും അല്ല ഇരിക്കുന്നത് ഇതെല്ലാം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കും. ഇപ്പം എടുക്കുന്നവർ പിന്നെ അവരുടെ തോന്നിയ മാസത്തിന് എല്ലായിടത്തും മാറ്റും. ആ എടുക്കുന്ന സ്ഥാനത്തേക്ക് തിരിച്ചു വയ്ക്കത്തില്ല. അതാണ് ഇവിടെ എനിക്ക് ഏറ്റവും സങ്കടവും ദേഷ്യം വരുന്നത്. പിന്നെ എനിക്കൊന്നും ചെയ്യാനും തോന്നത്തില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ എല്ലാം അടുക്കി വെക്കും. വരുന്നവരും എടുക്കും, എല്ലായിടത്തൊക്കെ കൊണ്ട് വയ്ക്കും. ഇതിപ്പം ഞാൻ വെച്ച രീതിക്കല്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ കയറ്റിയത് ആരാ നാർക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ നിന്ന കപ്പളങ്ങ പഴുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്തു. ഇനിയിപ്പം നേരെ കുളിക്കാൻ പോണത് കണ്ടാ അറിയാം, ഞാൻ വേർത്ത് കുളിച്ചായിരിക്കുന്നത്. ഫാൻ ഇട്ടാലും ചൂടാണ്, ഫാൻ ഇട്ടില്ലേലും ചൂടാണ്. അപ്പോൾ രാവിലെ വന്ന് കുക്ക് ചെയ്യുന്നതും പാചകം ചെയ്യുന്നതൊക്കെ ഇടാം. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്, ഇതൊക്കെ പറയുന്നത്. അപ്പം സ്വസ്ഥമായിട്ടൊന്ന് എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇരുന്നെടുത്ത ഒരു വീഡിയോയാണ്, അതിലൊരുപാട് സന്തോഷം. അപ്പം രാവിലത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനിയിപ്പോൾ കുളിച്ച് ഡ്രസ്സ് മാറി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇതിൻ്റെ ബാക്കി വീഡിയോയോട് കൂടി ആഡ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പോകലിട്ടോ, തീർന്നിട്ടില്ല. അപ്പം ടാറ്റാ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാവിലെ 5:30 ആയപ്പം അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അയ്യോ ബാബോന്ന് പറഞ്ഞ് പ്രാണി വന്നിട്ടുണ്ട്. അതിന് വെച്ചതൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി മുകളിൽ വന്നിട്ട് ഞാൻ തുടച്ചൊക്കെ എടുക്കുക ചെയ്തിട്ടോ. സത്യം പറഞ്ഞ വീഡിയോ ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതെൻ്റെ കയ്യിലെ തെറ്റാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. അപ്പം ദാ നമ്മുടെ ഇന്നത്തെ അപ്പത്തിൻ്റെ ആദ്യത്തെ അപ്പം ഞാനിവിടെ എടുത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, ചേട്ടനും ഉണ്ട്. ചേട്ടൻ ദാ വിറക് കത്തിക്കുവാണ്. ദാ ഇറച്ചി നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇതെന്തുവാ ചേമ്പോ, ഞാൻ കുറച്ച് സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചിയിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറച്ചിയിലേക്ക് അരിയാം. അപ്പം ചേട്ടൻ അപ്പത്തിന് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇറച്ചി നുറുക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ചേട്ടന് രാവിലെ പണി കിട്ടി. ഇതുപോലൊക്കെ തേച്ച കഞ്ഞിക്കല്ലാണ് ഇപ്പം ഇരിക്കുന്നത്. ഇങ്ങനെ നല്ല അടപ്പും കരിഞ്ഞു പോകും. വെള്ളം തിളക്കട്ടെ. നമ്മൾ ഇറച്ചി മസാലയൊക്കെ ഇട്ട് മുളകും അതും ഇതെല്ലാം ഇട്ടിട്ട് സവോള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഏതായിരുന്നു മുളക് പൊടി, കാശ്മീരി എരിവുള്ളത്, എരിവില്ലാത്ത ഗരം മസാല ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ അത് വെന്ത് കിട്ടും. നമ്മുടെ അപ്പം ദാ ഇത്രയും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പം അടുത്തത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. മാവ് ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ എന്നിട്ടും എൻ്റെ ചായ ചേട്ടൻ കുടിച്ച് ഇത്രയും തീർത്തും തന്നിട്ടുണ്ട്. പിന്നെ ചോറ്
ചോറിന് വേണ്ടിയിട്ടതാ അരി ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ചും വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് പെട്ടെന്ന് റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ മാക്ക് വാവ ഇതുപോലത്തെ ഒരു സുന്ദരി വാവേനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം. ക്യാമറ നോക്കാൻ മടിയുള്ള ഒരു കൊച്ചുണ്ട് എനിക്ക്. ആ കൊച്ചിനൊരു 10 ഉമ്മയൊക്കെ കൊടുത്തു നിർത്തി ആ കൊച്ച് ഹാപ്പിയാവും. ഇല്ല കൊച്ചേ? നോക്കൊച്ചേ. ഇപ്പം മുഖം താത്തി പിടിക്കും. ആ മുഖം താത്തി പിടിച്ചു. ക്യാമറ നോക്കടാ. എടാ നിന്നെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. നിനക്ക് അവരെ ഒന്ന് നിനക്ക് നോക്കിക്കൂടാടാ. നോക്കടാ. ഇടാ നോക്കടാ. എടാ നോക്കടാ. എടാ നോക്കടാ. അത് നോക്കത്തില്ല. ജന്മം ചെയ്താൽ നോക്കത്തില്ല. ഡാ മുഖം മാറ്റി. പിന്നെ അടുത്ത താറാമയ്ക്ക് അയ്യോ താറാമ കഞ്ഞി കുടിക്കാഞ്ഞേ. താറാമയുടെ അടുത്ത് ഞാൻ എൻ്റെ വെള്ളക്കോഴീനെ അലങ്കാരക്കോഴീനെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ കാലിലൊരു കുഞ്ഞു മുറിവുണ്ടേ. അപ്പോൾ പിന്നെ അവനെ ഞാൻ മറ്റേ കോഴികളെ കൂടെ ഇട്ടില്ല. അവനെയും എടുത്തുകൊണ്ട് പോകുന്നു. കഞ്ഞി കുടിക്കടാ താറാമേ. ആ കുടിക്ക. പാവം കോഴികൾ. ഇപ്പം നമ്മൾ ബീഫിന് വേണ്ടിയിട്ട് അരച്ച തേങ്ങാപ്പാൽ എടുക്കുമായിരുന്നു. തേങ്ങ പിന്നെ ഇന്നലെ ചിരകി അരച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയിലൊന്ന് അരച്ച് ഇപ്പം ഞാൻ അങ്ങനെ പാൽ ചെയ്യുന്നു. പാലാണോ വേണ്ട? പണ്ടൊക്കെ ഇറച്ചി വയ്ക്കുമ്പോൾ 1/2 കിലോ ഇറച്ചിയോ 1 കിലോ ഇറച്ചിയൊക്കെ ഉള്ളെങ്കിൽ അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമായിരുന്നു. ആ തേങ്ങാപ്പാലങ്ങൾ പോലെ പിഴിഞ്ഞങ്ങ് ഒഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഇതാ പാല്. ഇതിലേക്ക് ശരിക്കും വെള്ളം ആഡ് ചെയ്യണം കേട്ടോ ചേട്ടാ. നല്ല കൊഴുത്ത ആട്ടിൻപാലിന് കൊഴുപ്പ് കൂടുതലാണ്. നമ്മൾ കൊടുക്കാനായിട്ട് വെച്ചതാണ്. കടന്നുകൊണ്ട് വന്ന വഴി തന്നെ നമ്മൾ അരിച്ചെടുത്ത് ഒഴിക്കും. ചൂടുണ്ടല്ലേ ചേട്ടാ? അതിപ്പോഴാണ് അറിയണേ. അറിഞ്ഞൂടായിരുന്നു. ഇനി ഇറച്ചി ശരിയാക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇപ്പോൾ വെച്ച ബീഫ് കറി ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വെച്ചത്. അപ്പം അതും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെച്ച കറി ഇത് ഫ്രഷായിട്ടിരിക്കുന്നത്. അപ്പം അതാദ്യം നമുക്ക് കടുക് പൊട്ടിച്ച് അത് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. കടുക് നിലത്തി അടിക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ടാൽ മതി. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കട്ടെ ഇതിനകത്തേക്കാ. ഇതിലാ ആ ബാക്കി മറ്റേ ഒഴിക്കാം അല്ലേ? ഇനി ഇതൊക്കെ കടുക് പൊട്ടിക്കണം. ഇപ്പൊ തന്നെ പൊട്ടിക്കണം. അല്ല ഇത് അതുണ്ടാക്കാനാ. അത് ചരണ്ടി ചാടിക്കണം. ബീഫാ? ചോറായിട്ടില്ല. ഇത് അടുപ്പത്തേക്കൊന്ന് വയ്ക്കുന്നുണ്ട്. നമുക്ക് തേങ്ങ കടുക് പൊട്ടിച്ചിടാം. കടുക് ഉലുവ അങ്ങനെ അതിനിരുന്ന് തിളയ്ക്കുമ്പോൾ സെറ്റായി.
അപ്പോൾ അത് നമ്മുടെ ബീഫ് കറി റെഡിയായേ. അത് നിർത്തിയോ? എല്ലാം നിർത്തി. മാസ്റ്റർ ഷെഫ് പറ, ചേട്ടൻ എന്തെങ്കിലും പറയണ്ട? ചേട്ടൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കുറെ നാളായല്ലോ. ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിൽ കൂടെ നടക്കണ്ടല്ലോ. ഇല്ല. അയ്യോ, ഇന്ന് രാവിലെ ഉണ്ട്, ഇന്നലെ ഉണ്ടാകുന്ന ഞാൻ ഉണ്ടാകുന്ന എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവിടെ ഇരുന്ന് ചെയ്തോണ്ടിരുന്നപ്പോ ഇന്നലെ രാത്രിയില് താങ്കൾ അവിടെ വന്ന് നിന്നിട്ട് നോക്കിയിട്ട് അങ്ങ് മാറണുണ്ടല്ലോ. താങ്കൾ എന്താണ് സബ്സ്ക്രൈബേഴ്സിനോടൊന്നും മിണ്ടാതെ പോയത്? നമ്മളെപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണേ. ഇല്ലല്ലോ, ഇന്നലെ താങ്കൾ മിണ്ടിയില്ലല്ലോ. താങ്കൾ ആ വീഡിയോ എടുത്തപ്പോ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് കയറി പോണ എല്ലാരും കണ്ടത്. അതേ എണ്ണത്തിരിക്കണ എല്ലാരും സാക്ഷികളാണ്. ഞാൻ നോക്കിയപ്പോ കട്ടിലെ പോയി ഇങ്ങനെ ഓരം ചേർന്ന് ഇങ്ങനെ ചെരിഞ്ഞ് കണ്ണും അടച്ചടിച്ച് കിടക്കുക. എന്നിട്ട് വേദനയ്ക്ക് കുറവുണ്ടോ താങ്കളുടെ? പോയോ? നവീന ഗുളിക രണ്ടെണ്ണം വാങ്ങി വെക്കാം. വിരുവൊക്കെ വളഞ്ഞത് ആറുപോലെയാണ്. ചേട്ടാ ചേട്ടാ ഇവിടെ വാ ചേട്ടാ. ചേട്ടാ പാല് കൊണ്ടുവച്ചാ അയലക്കാർ തമ്മിൽ ചിലപ്പോ പരിദൂഷണം പറഞ്ഞ് നിൽക്കുന്നത് കാണാം. എല്ലാരും കണ്ടതാ. ഒരാള് മതിരെ പിടിച്ച് ഇങ്ങനെ നിൽക്കണം, ഒരാള് കോഴിയെ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. ഞാൻ വീഡിയോ പിടിച്ച് ഞാനൊരു ഗുമ്മിന് പറഞ്ഞതേ ഉള്ളു പരിദൂഷണം. സൗഹൃദ സംഭാഷണം. അരി വന്നിട്ടൊന്നുമില്ല. 1 മണിക്കൂർ എടുക്കൂലേ? എന്നാണ്? അയ്യോ കാക്ക മുട്ട എടുക്കുമെന്ന് പറഞ്ഞ് ചേട്ടൻ കാക്കയെ ഓടിച്ചു വിട്ടു. ഞാൻ കാക്കയ്ക്ക് വേണ്ടി വെള്ളവും ചോറ് വെച്ചു കൊടുത്തേക്കുവാ. ഡിഷും ഞാനിങ്ങനത്തെ പണിയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അവൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് കണ്ട്. അപ്പം അവനെ നമ്മൾ കൂട്ടി പിടിച്ചിട്ടേക്കോ കേട്ടോ. അവൻ കൂട്ടിന്ന് കൂലോടെ കൊക്കലൊക്കോ കൂക്കേടാ. എന്നിട്ട് അപ്പുറത്തുനിന്ന് പോയി, അതിൻ്റെ അപ്പുറം നിന്ന് പോയി. എടാ കൂക്കടാ. സാറ് അവിടെ കിടന്നു. ഇവിടെ ഈ സാറ് ഇരുന്നിട്ട് ചൊറിച്ചിലും മാന്തലും കാടിയൊക്കെയാണ്. ചെള്ളമൊന്നുമില്ല. ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓ, ഇതിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ മാന്തലും കടിയാണല്ലോ. ചൂട് കാരണമാണോ പോലും. തറമേ വീണ്ടും അത് തന്നെ. ഇതിന് വേണ്ടിയിട്ട് 4 മിനിറ്റാണ് ഞാൻ കളഞ്ഞത്. ആൻസിനെ ആരെങ്കിലും കണ്ടോ? ബെഡ്ഷീറ്റൊക്കെ കളഞ്ഞിട്ട് ഒരു കാല് തലയെണ്ണയിലും ഒരു കാല് തലയിലും വെച്ച് കിടന്നുറങ്ങുന്ന ആൻസിനെ നിങ്ങളാരെങ്കിലും കണ്ടോ? നല്ല ഉറക്കമാണ് ആൻസ് കൂട്ട്. എടാ എണീക്കടാ, നീ പോണില്ലെന്നാ സ്കൂളിലൊന്നും? എന്നാ എണീറ്റ് വാ. ആടാ എന്നാ 1:30 എനിക്കറിയാം. നീ എഴുന്നേക്കതേ. അപ്പം ഇറച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇറച്ചിയുണ്ട്, ചൂടോട് കൂടി തിന്നോ. വേണ്ട എടാ എഴുന്നേറ്റ് വായിച്ചു പഠിക്കടാവേ. എടാ എന്നതാടാ എണീക്കടാ. ചോറൊക്കെ വാർത്തിട്ട് വന്നത്തേക്കും ചേട്ടനാണെങ്കിൽ പോയി പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വന്നത്. ആ ചേട്ടൻ്റെ പ്ലെയിനിലാണ് ചേട്ടൻ പോയി പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വന്നത്. നമ്മുടെ കോഴിപ്പൂവനെ പിടിച്ചിട്ടേക്കണങ്ങളുണ്ടോ? അവൻ അത് കഴിഞ്ഞ് അവൻ എത്ര തവണ അവൻ കൂവിന്നറിയാവോ? അപ്പോൾ അതാ അവനോടൊന്ന് കൂവാൻ പറഞ്ഞത്. താറാമ നോക്കണം നോക്കിക്ക്. എൻ്റെ പൊന്ന് താറാമേ, സുന്ദരോ താറാമ നോക്കുക. ചേട്ടൻ പുല്ലും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാം. ഓ ചേച്ചിമാരൊന്ന് തലയാട്ടോ. ആടാട് ചേച്ചിമാരെ. ഇതാ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചേട്ടനെ കണ്ടോണ്ട് എല്ലാം വാതൊക്കെ നിൽക്കുക. ചേട്ടോ തീറ്റ ഗ്ലൂക്കോച്ച് വെള്ളമാണല്ലോ ഈ നിൽക്കുന്നത്. അപ്പം ഞാൻ ബോക്സൊക്കെ മാറി പോവാൻ റെഡിയായിട്ട് വരാം. ടാ. അപ്പം ഞാൻ ലഞ്ച് ബോക്സും റെഡിയാക്കിയെടുത്തു. ആ ബീഫ് കറിയും പിന്നെ ഒരു മീൻ വറുത്തം ഉണ്ടായിരുന്നു, അതാണ് എടുത്തത്. പിന്നെ പച്ചപ്പയറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ചൂടാക്കിയിട്ട് ഒരുപാട് മിനിറ്റ് എന്താ കഴിക്കാനാണെന്ന് എടുത്തു. അപ്പോൾ ചോറ് കോരി മാറ്റിയത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതിനൊരു പേപ്പറിൽ പൊതിയണം. അപ്പം ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. രാവിലെ എടുക്കുന്ന ചായ നേരം വരെ കുടിക്കില്ല. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ കോളേജിലേക്ക് എക്സാം ഡ്യൂട്ടി ഇന്ന് വിട്ടിട്ടുണ്ട്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.